ക്യാബറെ. ഇവിടെ ക്യാബറെ പാടില്ല എന്ന് പല തവണ ഞാൻ വാണിംഗ് തന്നിട്ടില്ലടോ. സാറ് തന്നായിരുന്നു, പക്ഷെ അത് വാണിംഗ് ആണെന്ന് അറിയില്ലായിരുന്നു. ഇത് കാബറയല്ല സാറേ. ശരീരം മുഴുവൻ ഡ്രസ് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ സാറേ? ക്യാബറെ ഞാനും കണ്ടിട്ടുണ്ട്. ആദ്യം തുണിയെല്ലാം ഉണ്ടാവും, പിന്നെ ഓരോന്നായിട്ട് അഴിച്ചു കളയും. അല്ലേ? നിർത്തടാ. എസ് എന്ന് പറയും. സാറാരാണാവോ? ശിവരാമൻ എന്ന് പറയും. എന്ന് നീ പറയും, ഞാൻ പറയില്ല. കേരള ജീപ്പില്. സാറേ, ഓഹോ, ഞങ്ങള് നിരപരാധികളാണ്. ആണോ? അതെ. എന്നാ നീ ആദ്യം കേരള ജീപ്പില്. സാറന്മാരോടൊക്കെ ഇനി പ്രത്യേകിച്ച് പറയണമായിരിക്കും. കേരള കരിമലയാള വണ്ടിയില് ഈ 3 ജീപ്പിൽ കയറൂല, വല്ല ലോറി എങ്ങാനും വിളി. ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇത്രയും വലിയ ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ ഉടമകളായ നിങ്ങൾക്ക് നാണമില്ലേ ആ ക്യാബറ നർത്തകിയുടെ പുറകെ ഇങ്ങനെ നടക്കാൻ? അയ്യോ, അത് ക്യാബറ നർത്തകിയല്ല, ദലാൽ ഗ്രൂപ്പ് MD-യുടെ മകൾ. മൈ ഗോഡ്. എന്നിട്ട് ആ കുട്ടി എന്തിനാ ഷാപ്പിൽ ക്യാബറ നിർത്താടാൻ പോയത്? ഐ മീൻ, എന്തെങ്കിലും മെന്റൽ ഡിപ്രഷൻ, കുടുംബത്തോടുള്ള പ്രതികാരം, എക്സാമിനേഷൻ റിസൾട്ട് ഫിയർ, ലവ് ഫെയിലിയർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെയൊന്നുമില്ല. അവൾ എനിക്കൊരു SMS അയച്ചിരുന്നു. ഓ, SMS, സെൽഫോൺ മാനിയ. എന്തായിരുന്നു കണ്ടന്റ്? അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ നാട് വിടുന്നു എന്ന് മാത്രമായിരുന്നു അത്. ആരാ ബോയ് ഫ്രണ്ട്? എനിക്കറിയില്ല. പക്ഷേ എനിക്കും അറിയില്ല. വാ, ചോദിച്ചു നോക്കാം. കുട്ടി ഒരു ബോയ് ഫ്രണ്ടുമായി ഒളിച്ചോടുകയായിരുന്നല്ലേ? ടെൽ മീ ദ ട്രൂത്ത്. അതെ. ഈ ബോയ്സിലാരാ കുട്ടിയുടെ ബോയ് ഫ്രണ്ട്? പറയൂ. അതാ. അയ്യോ, ഞാനല്ല, എന്റെ ഫ്രണ്ട് ബാക്കില. തന്റെ ഫ്രണ്ട് ബാക്കിലും? ആ കുട്ടിയുടെ ഫ്രണ്ടാ എന്റെ ഫ്രണ്ട് ബാക്കില്. തന്റെ ഫ്രണ്ട് ബാക്ക് എല്ലായിടത്തും. ഇതാണ് ഫ്രണ്ട്. താനാണോ ആ കുട്ടിയുടെ ബോയ് ഫ്രണ്ട്? ആണെങ്കിൽ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. കുട്ടിക്ക് പ്രായപൂർത്തിയായതാണ്. വെരി ഗുഡ്. തനിക്ക് പ്രായപൂർത്തിയായതാണോ? 2 പ്രാവശ്യം ആയതാണ്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയുള്ളൂ, സ്നേഹത്തിന്റെ വഴി. ദിൽ ചൽത്താ ഹൈ. പ്രായപൂത്രിയായ കമിതാക്കൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും തടയാനാവില്ല. ഇവരെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എന്നാണല്ലോ പഴമൊഴി. ഈ വിവാഹം ഞാൻ നടത്തി തരണോ? വേണ്ട, ഞങ്ങള് നടത്തി കൊടുത്തോളാം. ആദ്യം താൻ ശരിക്കും നടക്കാൻ പഠിക്കുക, എന്നിട്ട് നടത്തിക്ക്. കൺവട്ടത്തുനിന്ന് വിളിച്ചോണ്ട് പോ. കോൺ ബനെഹ കരോർപതി. ഒരിക്കലും ഇടാത്ത അണ്ടർവെയർ ഇന്നിട്ടത് ഭാഗ്യമായി. ഒന്ന് പോടാർന്നു, ഇട്ടതാ കുഴപ്പമായത്. ചാണ്ടി. പാർവതി, വരൂ മോളെ. വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഇങ്ങോട്ട് നോക്കണം. വണ്ടി ഇവിടെ. ഇന്നലെ പരിചയപ്പെട്ടതേ ഉള്ളൂ. ഇന്ന് കാലത്ത് അവള് നിന്റെ കാമുകിയായി, ഉച്ചയ്ക്ക് ഭാര്യയായി, വൈകിട്ട് പാരയാവും തീർച്ച. നിർത്തൂല, ഞാൻ ഇനിയും പറയും. വണ്ടി നിർത്തണ. എന്താ ഇവിടെ ഇറങ്ങിയത്? ആരാ അവര്?
ഞാൻ സ്പെഷ്യൽ ഡ്യൂട്ടിയില്ല. ശരിയാണോ സ്പെഷ്യൽ ഡ്യൂട്ടി? എലിയെ പിടിക്കാൻ. എലിയല്ലടോ, താനൊരു പുലിയാണെന്ന് എനിക്കറിയാം. താങ്ക് യു. താനൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ജ്യേഷ്ഠനാണെന്നുള്ള കാര്യം നേരാ. പക്ഷെ അതിലും വലിയൊരു ഉദ്യോഗസ്ഥനെ എന്നെ ഇവിടെ ഡ്യൂട്ടിക്ക് നിയമിച്ചിരിക്കുന്നത്. നിന്നെ ഞാൻ പൊക്കും മോനെ. എന്നിട്ട് നിന്റെ മുഖം മൂടി പിച്ച് ചീന്തി നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് ഞാൻ സ്ലോ മോഷനിൽ പോകുന്ന ടിവിയിലൂടെ ജനങ്ങൾ കണ്ട് കൈയടിക്കും. അങ്ങനെ ചിരിച്ചു തള്ളണ്ട. അറിയാമോ, ഞാൻ ഇതുവരെ അന്വേഷിച്ചതിൽ വെറും 2 കേസുകൾ മാത്രമേ തെളിയാതിരുന്നിട്ടുള്ളൂ. സാർ എത്ര കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്? 2. താങ്ക് യു, താങ്ക് യു. സാറേ, ആളറിയാതെയാണ് ഞാൻ സാറിനെ തല്ലിയത്. അത് സാരമല്ല. ഞാൻ ഈ വ്യത്യസ്തമായ രീതിയിൽ കേസ് അന്വേഷിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ കിട്ടാറുണ്ട്. I will. നിൽക്ക. ഒരു മിനിറ്റ്. സോറി, കളിയാക്കിയതല്ല. ഉളുക്കിയതാണോ? നിങ്ങളുടെ പരിചയത്തിൽ ഇവിടെ കാഷ്വാലിറ്റി ഉള്ള ഏതെങ്കിലും ആശുപത്രി ഉണ്ടോ? ഇവിടെ അടുത്തൊരു മൃഗാശുപത്രി ഉണ്ട്. താങ്ക് യു. കഴിഞ്ഞ തവണ എനിക്ക് ഇത് തന്നെ കിട്ടിയത്. പേപ്പെട്ടി കടിച്ചപ്പോ പോലും ഇത്രയും വരെ പ്രശ്നമില്ലായിരുന്നു. സൂക്ഷിച്ചു പോണേ, ഒരു കുഴിയുണ്ട്. മനസ്സിലായില്ലയോ? ഓ, മനസ്സിലായി. ഞാൻ സുശീൽ ഭായ്. സുശീൽ ഭായ്, ബൈ. ഇത് ഞങ്ങളുടെ ഒരു ബ്രാഞ്ചിലെ സ്റ്റാഫാ. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നല്ല അസൽ ഗുണ്ടകള്. ഇവര് എന്തു പറഞ്ഞാലും ചെയ്യും. എന്തു പറഞ്ഞാലും ചെയ്യോ? ആ, ചുമ്മാ എങ്കിൽ എന്റെ പുറം ഒന്ന് ചൊറിഞ്ഞു തരാൻ പറ. സോറി. നിന്റെ എല്ലാ ചൊറിച്ചിലും ഇവര് മാറ്റി തരൂടാ. നീയൊക്കെ ഏത് പാതാളത്തിൽ ചെന്ന് വിളിച്ചാലും ഇവര് നിന്നെ തേടിയെത്തുകയും ചെയ്യും. ഞങ്ങൾക്കിതുപോലെ കേരളത്തിൽ 10-40 ബ്രാഞ്ചുകളുണ്ട്. എന്നാ പിന്നെ ഒരു ബ്രാഞ്ചും കൂടെ തുടങ്ങാൻ മേലായിരുന്നു. അലിബാബയിൽ 41 ബ്രാഞ്ചുകളെന്ന് പറയാമായിരുന്നു. പോരാ, സ്റ്റാമിന പോരാ. ഈ കൊച്ചുമക്കൾക്ക് ഹോർലിക്സില് ഗ്ലൂക്കോസ് കലക്കി കുറച്ച് ശവനപ്രാശം ചേർത്ത് കൊടുക്കട്ടോ. നിങ്ങൾക്ക് 40 ബ്രാഞ്ചുകൾ ഉണ്ടാവും. പക്ഷെ ശിവരാമന് ഒരു ബ്രാഞ്ചേ ഉള്ളൂ, ക്രൈം ബ്രാഞ്ച്. അതിലൊരു സ്റ്റാഫേ ഉള്ളൂ, ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് ശിവരാമൻ. തല്ലുടിക്കല്ലേ? സാബ് വിളിക്കണം. സാബുവാ? ഏയ് സാബു? പാരഡൈസ് ബാറിന്റെ ഓണർ സാബു തരയനാ? സാബ് ബെഡാ സാബ്. ഓ, ഇനി ബെഡാ സാബു ഉണ്ടാ? അപ്പൊ ഇവന്മാരൊക്കെ ചോട്ടകളാ. ഞാൻ ഈ ചോട്ടകളായിട്ടൊന്നും ഇടപെടില്ല. തല്ലി പിടിക്കലെന്ന് ഞാൻ ബെഡായെ കണ്ടിട്ട് വരാം. വാ. വരാം.